കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഉളിക്കൽ പഞ്ചായത്തിലെ വാർഡുകളിലും അയ്യൻകുന്ന് പഞ്ചായത്തിലെ 4-ാം വാർഡിലും കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. സംഭവത്തിൽ ഉളിക്കൽ പഞ്ചായത്തിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വാർഡ് 1 മണിക്കടവ് നോർത്തിലെ ഒ.വി. ഷാജു ഏജനെറ്റിനോട് പ്രതികരിച്ചു. ഞാൻ 2015-2020 കാലഘട്ടത്തിൽ മണിക്കടവ് 1-ാം വാർഡ്, ഇപ്പം ഞാൻ മത്സര രംഗത്തുള്ള വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. അന്നും സ്വതന്ത്രനായിട്ട് തന്നെയാണ് വിജയിച്ചത്. അന്നത്തെ എൻ്റെ 5 വർഷക്കാലത്തെ പ്രവർത്തന മികവിൻ്റെ പരിണിതഫലമാണ് 2020 നടന്ന പ്രാദേശിക ഇലക്ഷനിൽ തൊട്ടടുത്ത വാർഡ് മണിക്കടവ് 20-ാം വാർഡിൽ നിന്നും, മണിക്കടവ് സൗത്ത് 20-ാം വാർഡിൽ നിന്നും വീണ്ടും ഞാൻ സ്വതന്ത്രനായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ ആ കാലഘട്ടത്തിൽ, എൻ്റെ പ്രവർത്തന മികവിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അന്ന് UDF നേതൃത്വം എന്നെ 2020 ജയിച്ചു വന്നതിന് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി UDFിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ എന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എന്നെ ഏൽപ്പിക്കുകയും ആ ഒരു 5 വർഷക്കാലം 2020-25 വർഷക്കാലം അവരെന്നെ ഏൽപ്പിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഏറ്റവും ഉത്തരവാദിത്തോടുകൂടി നിറവേറ്റുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനബോധത്തോടെ ഞാൻ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിലെ എൻ്റെ പ്രവർത്തന മികവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം എന്തായാലും 2 ടൈം അടുപ്പിച്ച് വിജയിച്ച് സ്വതന്ത്രനായി നിന്ന ഒരാളെന്ന നിലയിൽ തൽക്കാലം ഇനി മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നത്. അപ്പോഴാണ് ഉളിക്കൽ പഞ്ചായത്ത് കോൺഗ്രസ് നേതൃത്വം എന്നെ ഉളിക്കലേക്ക് വിളിപ്പിക്കുകയും അവരെ ഒരു 12ഓളം നേതാക്കന്മാർ ചുറ്റുമിരുന്ന് എന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അടുത്ത ഭരണസമിതിയിൽ ഉണ്ടാവണമെന്നും മണിക്കടവ് 1-ാം വാർഡിൽ തന്നെ നിങ്ങൾ മത്സരിക്കണമെന്നും എന്നെ നിർബന്ധിക്കുകയുണ്ടായി. ഞാൻ മുന്നോട്ട് പോയെങ്കിലും അവരെന്നെ നിർബന്ധിച്ചു. കാരണം ഈ ഭരണസമിതി തുടർച്ചയായി നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളെപ്പോലെ ഉള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭരണ സംവിധാനം നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതിനെ നിർബന്ധിച്ചത് മൂലമാണ് അത്തരത്തിലൊരു തീരുമാനം ഞാൻ ഏറ്റെടുത്തത്. അതിനു വേണ്ടിയിട്ടാണ് 2 മാസം മുമ്പ് തന്നെ എൻ്റെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് ചേരുന്നത്. കോൺഗ്രസിലേക്ക് ചേർന്ന് കഴിഞ്ഞ് പിന്നെ സീറ്റുകളുടെ ചർച്ചകൾ നടന്നപ്പോൾ അതിൻ്റെ ഒന്നും ഭാഗമാക്കാതെ അവർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയും ഈ വാർഡിന് പുറത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുകയും നിയമിക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഈ പ്രാവശ്യം ഞാൻ സ്വതന്ത്രനായി വീണ്ടും ഈ മണിക്കടവ് നോർത്ത് സ്വതന്ത്രമായി മത്സരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണിക്കടവിലെ ജനങ്ങളെ എനിക്ക് നേരിട്ടറിയാം. ഓരോ ഭവനങ്ങളുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്, ഓരോ വ്യക്തികളുമായിട്ട് എനിക്കൊരു ആത്മബന്ധമുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഒരു കരുത്തു നൽകുന്ന ഒന്നാണ്. അപ്പം തീർച്ചയായിട്ടും ജനങ്ങളുമായി ഇടപഴകുന്നതിൽ, ജനങ്ങളുടെ ഓരോ കാര്യങ്ങളിൽ ഇടപഴകുന്നതിൽ എനിക്ക് വലിയ അഭിമാന ബോധമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ആശങ്കകളില്ല. തീർച്ചയായിട്ടും ആത്മധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നു. വിജയിക്കുമെന്ന 100% പ്രതീക്ഷയിൽ തന്നെ ജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ MLAയും ചില MLAയും അതുപോലെ DCCയുടെ സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് നമ്മുടെ മെമ്പർഷിപ്പ്, UDFിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ നേതൃത്വം, UDF നേതൃത്വം നേരിട്ട് വന്ന് സമീപിച്ചിട്ടുണ്ടോ? UDF നേതൃത്വം എന്നെ സമീപിച്ചിരുന്നു. ഒരു 5 വർഷക്കാലം നിങ്ങൾ മാറി നിൽക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അതിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം മണിക്കടവ് 1-ാം വാർഡിലെ കോൺഗ്രസ് വാർഡ് തല കമ്മിറ്റികൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. ഏകണ്ഠമായി കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചിരുന്നു, അല്ല തീരുമാനിച്ചിരുന്നു. ആ കമ്മിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ നിരുപാധികം പിന്മാറാൻ തയ്യാറാണ്. കാരണം കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥിയെ ഇവിടെ വാർഡിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ പിന്മാറാമെന്നുള്ള വ്യവസ്ഥ ഞാൻ അവരുടെ മുമ്പിൽ വെച്ചിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ബഹുമാനപ്പെട്ട MLAയുടെ കർശനമായ ഒരു തീരുമാനത്തിൽ മുകളിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുകയാണ് ഉണ്ടായത്. അത്തരം സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുന്നതിൽ മണിക്കടവ് 1-ാം വാർഡിലെ വോട്ടർമാർ തയ്യാറല്ല എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായത്. അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പാർട്ടിക്ക് യോജിക്കാത്ത കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ നാളിതുവരെയുള്ള എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് ബോധ്യപ്പെടാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ഒ.വി. ഷാജു എന്നൊരു പൊതുപ്രവർത്തകനെ മണിക്കടവ് വാർഡിന് നല്ല ജനപിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു വിവരം കിട്ടിയതെന്ന് വെച്ചാൽ നിലവിൽ പ്രാദേശിക കോൺഗ്രസിൽ നിന്ന് നല്ല സപ്പോർട്ട് ഒ.വി. ഷാജുവിന് തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി വെറും ഡമ്മി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു സംസാരം നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ല പിന്തുണ UDF കണ്ടില്ലെന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ എന്നല്ല, ഈ നാട്ടിലെ സകലമാന മനുഷ്യരുടെയും, അത് രാഷ്ട്രീയത്തിന് അതീതമായി, ജാതികൾക്ക് അതീതമായി ഈ നാട്ടിലെ ജനങ്ങളുമായി എനിക്കുള്ള ഒരു പങ്ക്
അത് വോട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എൻ്റെ മുൻകാലത്തെ എൻ്റെ പ്രവർത്തനങ്ങളാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരണത്തിൽ എനിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട്. ഒരാളുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വോട്ടും ഞാൻ സമ്പാദിക്കുന്നില്ല. ഒരാളെ കുറവാക്കിയിട്ട് എനിക്ക് ഒരു വോട്ടും വേണ്ടതാനും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തേണ്ടതെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യും. ജയിച്ചു വന്ന വീണ്ടും UDF തന്നെയാണോ പിന്തുണ? അങ്ങനെ ഒരു വ്യക്തമായ ഒരു പിന്തുണയും ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ നാടിന് എന്താണോ ആവശ്യം, അല്ലെ എൻ്റെ നാടിന് എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുവാൻ സാധിക്കുമോ ആ രൂപത്തിൽ എങ്ങനെയാണോ ആ ചിത്രം വ്യക്തമാണ് അത്തരത്തിൽ നാടിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഞാൻ നിന്നാൽ എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ ആ ചിത്രം എങ്ങനെ വരുന്നോ ആ അവസരത്തിനൊത്ത് ആ പ്രവർത്തനം ഞാൻ അന്നേരം ചെയ്യും. UDF നേതൃത്വം പറഞ്ഞു വഞ്ചിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഉണ്ട്. കാരണം മത്സര രംഗത്തു നിന്ന് മാറി തന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയി ഈ രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പിന്നെ എന്നെ പാടെ അവഗണിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത്തരം ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതൊരു വഞ്ചനയായിട്ട് തന്നെയാണ് ഇന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ OV ഷാജുവേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ 2 തവണ സ്വതന്ത്രമായി മത്സരിച്ച് ജനപ്രതിനിധിയായ ഇദ്ദേഹം ഇത്തവണ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന രീതിയിലാണ് അതിനെ പ്രതിഷേധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തവണ മണിക്കടവ് വാർഡിൽ നിന്നും ജനവിധി നേടുന്നത്. ഏജാറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവീനൊപ്പം അഫ്ലെ.